അർജുൻ കല്യാടും അഭിലാഷും രഞ്ജിത്ത് മന്നിപ്പാടിയും ലിബീഷും അടക്കമുള്ള വാർത്താ സംഘം ഇപ്പോഴും തുടരുന്നുണ്ട് ഷിരൂരിൽ. അർജുൻ കല്യാട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? MLA-യുമായി സംസാരിച്ചു. അങ്ങനെ 144 അങ്ങനെ അത്തരം ഉത്തരവുകളോ ഒന്നും ആ സ്ഥലത്തില്ല. നമ്മൾ ഈശ്വർ മാൽപ്പയ്ക്കോ അല്ലെങ്കിൽ ഈ ഡൈവ് ചെയ്യുന്ന സംഘത്തിനോ ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ലല്ലോ അല്ലേ? അരുൺ, ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അനുചിതമായ രീതിയിൽ മാത്രമാണ് നമ്മൾ മാധ്യമങ്ങളെല്ലാവരും, ഏതെങ്കിലും ഒരു മാധ്യമം മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പരിശ്രമിച്ചിട്ടുള്ളത്. ഇതിനകത്തൊക്കെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന മാധ്യമങ്ങളെ മാറ്റാനെടുക്കുന്നതിൻ്റെ പകുതി ശുഷ്കാന്തിയെങ്കിലും ഈ അനുമതി നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാൽപ്പയ്ക്ക് ഇപ്പോൾ ഈ ഡൈവിംഗ് നടത്താൻ സാധിക്കുമായിരുന്നു. ഏകദേശം അരമണിക്കൂറിനോടടുത്ത് ആവുകയാണ് മാൽപ്പയ് ഈ പറയുന്ന പൂർണ്ണമായി ഇതിന് സജ്ജമായി ഈ കരയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. കലക്ടർ 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ നൽകിയിട്ടുള്ള അറിയിപ്പ്. ആ 10 മിനിറ്റിന് വേണ്ടി ആദ്യം കാത്തുനിന്നു. പക്ഷേ 10 മിനിറ്റിന് ശേഷവും കലക്ടർ എത്തിയിട്ടില്ല. ആ സമയം ഇപ്പോൾ നീണ്ടു പോയി അരമണിക്കൂറാവുകയാണ്. ഇന്നലെയും ഇതിന് സമാനമായ രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിയോടുകൂടിയൊക്കെയാണ് മാൽപ്പയ്ക്ക് കൃത്യമായ തോതിൽ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയില്ല. പകൽ ഈ അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എത്രമാത്രം ഇതിന് കൈകാലിട്ട് അടിച്ചിട്ട് എന്താണ് കാര്യമെന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. അതായത് ഈ അനുകൂലമായ സമയത്ത് ഏറ്റവും സൂര്യപ്രകാശമുള്ള ഈ അടിയൊഴുക്കിൽ അല്ലെങ്കിൽ ഈ പുഴയുടെ അടിത്തട്ടിൽ കാര്യങ്ങൾ വിസിബിൾ ആകുന്ന ഒരു സാഹചര്യത്തെ, ഒരു കാലാവസ്ഥയെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കാലാവസ്ഥയെ ആവുന്നതുവരെ നമ്മൾ കാത്തിരിക്കുകയാണോ എന്നുള്ള സംശയമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഈ മാൽപ്പയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മനാഫ്, ലോറിയുടെ ഉടമ മനാഫുമായി ബന്ധപ്പെട്ട് അവിടെ ഈ മാൽപ്പയ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും കളക്ടർ ഇപ്പോഴും ഇവിടത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥരും ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും പരസ്പരമുള്ള വർത്തമാനങ്ങളും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. കളക്ടർ എത്തിയാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ മാൽപ്പയും അതുതന്നെ, മാൽപ്പയ് വളരെയധികം നിസ്സഹായനാണ്. കാരണം അദ്ദേഹം കൃത്യമായ തോതിൽ രാവിലെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് 10 മണിയോടുകൂടി ആരംഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം വളരെ നേരത്തെ തന്നെ, അതായത് യാതൊരുവിധ സമയത്തിൻ്റെ ഒരു അതിർവരമ്പുമില്ലാതെ അല്ലെങ്കിൽ സമയം ഇത്രയാണ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ടൈം അല്ലെങ്കിൽ ഓഫീസ് ടൈം എന്ന പോലെ 10 മണിക്ക് എത്തുക, വൈകുന്നേരം 4 മണിക്ക് ഇത് മതിയാക്കി പോവുക എന്നുള്ളതല്ല. അദ്ദേഹത്തിന് സാധ്യമാവുന്ന 1 മിനിറ്റ് മുമ്പിലെങ്കിലും മാൽപ്പയ് ഇവിടത്തേക്ക് എത്തിയതാണ്. 8:30 തന്നെ അദ്ദേഹം ഇവിടത്തേക്ക് എത്തി. ഈ ദൗത്യത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇവിടത്തേക്ക് എത്തിയിട്ടുള്ള SDRF സംഘവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ആ ഘട്ടത്തിൽ അവർ SDRF സംഘത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ സ്കൂബ ഡൈവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല. SDRFിൻ്റെ മറുപടി അങ്ങനെയാണ്. കാരണം മറ്റ് സ്കൂബ ഡൈവേഴ്സ് NDRFിൻ്റെയോ സംഘത്തിൽ ഈ തെരച്ചിലിന് പറ്റിയ സ്കൂബ ഡൈവേഴ്സ് ഇല്ല. അത് വളരെ കൃത്യമാണ്. കാരണം അവരുടെ കയ്യിൽ ഈ മെഷീനറികൾ, പലപ്പോഴും വലിയ മെഷീനറികൾ പോലും ഇല്ല. ഈ ഡിങ്കി ബോട്ടല്ലാതെ, ചില കയറുകളല്ലാതെ മറ്റ് സംവിധാനങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. നേവിക്കാണ് സ്കൂബ ഡൈവേഴ്സ് ഉള്ളത്. പിന്നീടുള്ളത് ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനുമാണ് ഡൈവിംഗ് അവിടെ ആകെ അറിയാവുന്നത്. SDRFിൻ്റെയും NDRFിൻ്റെയും ആളുകൾ ഈ ഡിങ്കി ബോട്ടിൽ ഒന്നും കിട്ടില്ല എന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ നേവിയുടെ സ്കൂബ ഡൈവേഴ്സിനെയും ഒപ്പം കരസേനയുടെ സംഘത്തെയും ഒക്കെ നമ്മൾ ഉപയോഗിച്ചതും അവരവിടെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയതും. ഇപ്പോൾ ഈശ്വർ മാൽപ്പയാണ് അവിടെ ഡൈവ് ചെയ്യാൻ പോകുന്നത്. SDRFിൽ ഒരു സംഘത്തിനും ഡൈവ് ചെയ്യാൻ കഴിയില്ല. കാര്യം അവർ ഡൈവിങ്ങിൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ളവരല്ല. അപ്പോൾ ഈശ്വർ മാൽപ്പയെ ഡൈവ് ചെയ്യാൻ തയ്യാറായി വസ്ത്രമെല്ലാം അണിഞ്ഞ് സംവിധാനങ്ങളോടുകൂടി വന്ന് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് മുകളിൽ നിന്ന് ഉത്തരവ് വരുന്നത്, ഞങ്ങൾ വന്നിട്ട് ഇറങ്ങിയാൽ മതി. ഇത് ഇറങ്ങിയിട്ട് കൂടാൻ കല്യാണമല്ലല്ലോ, ഇതൊരു തെരച്ചിൽ നടക്കുകയല്ലേ. ആ തെരച്ചിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിൽ ഇറങ്ങണ്ടേ? രാവിലെയുള്ള ഈ സമയം ഗോൾഡൻ അവേഴ്സാണ്, സുവർണ അവസരമാണ്. ആ സുവർണ അവസരങ്ങളിൽ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഗോൾഡൻ ഫേസ് ആണ്. ആ സമയമാണ് ഇപ്പോൾ വീണ്ടും നഷ്ടപ്പെടുത്തുന്നത്. എങ്ങനെയാണോ തുടക്കത്തിൽ നഷ്ടപ്പെടുത്തിയത്, സമാനമായ രീതിയിൽ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം, അവരുടെ നിലപാട് കാരണം വീണ്ടും ഉദ്യോഗസ്ഥർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മാൽപ്പയെ കാത്തിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ വരവിന് വേണ്ടി. MLA ആണോ എത്തിയിരിക്കുന്നത്? MLA 20 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഒരുപക്ഷെ കാർവാലിന് അദ്ദേഹത്തിന് എത്താൻ കുറച്ചുകൂടി സമയം എടുക്കാം. പക്ഷേ ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അനുമതി ലഭിച്ചിട്ടുണ്ട് ഈശ്വർ മാൽപ്പയ്ക്ക്. പക്ഷേ ഞങ്ങൾ വന്നിട്ട് ഇറങ്ങിയാൽ മതി, ഇതാണ് നിലപാട്. അർജുൻ കല്യാട്, ഇത് എന്ത് നിലപാടാണ്? തീർച്ചയായിട്ടും അരുൺ, അതായത് ഒരു കൃത്യമായ തോതിൽ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഉദാർത്ഥമായിട്ടുള്ള തെളിവ്. കാരണം ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു സമയം, 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ 1 സെക്കൻഡ് പോലും പാഴാക്കാതെ കൃത്യമായ തോതിൽ ഇതിനകത്തൊരു അനുമതി ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോഴും അത് ലഭ്യമായിട്ടില്ല. മാൽപ്പയ് ഇപ്പോഴും കരയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ അരുൺ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ
ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരും തന്നെയല്ല. അവർ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നാഷണൽ ഹൈവേയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. ഇവിടെയും ഇത്തരത്തിൽ ചില പ്രവർത്തികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള ചില ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനും ജോലികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. കാരണം നമ്മുടെ ഗോൾഡ് അവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ്. നോക്കൂ അർജുൻ കല്യാട്, അഭിലാഷിലേക്ക് കൂടി എനിക്കൊന്ന് പോകണം. അഭിലാഷ്, 10 മണിക്ക് മാത്രമേ ഈ തെരച്ചിൽ തുടരാവൂ എന്നാണ് ജില്ലാ ഭരണകൂടം ഇട്ടിരിക്കുന്ന ഉത്തരവ്. 10 മണിക്ക് തുടങ്ങി 5 മണിക്ക് അവസാനിപ്പിക്കാൻ ഇതെന്താ ക്ലർക്ക് പണിയാണോ നടക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമല്ലേ? അരുൺ, ഈ മിഷൻ വളരെ സങ്കീർണമാക്കുക എന്നുള്ളത് തുടക്കം മുതൽ ഇവർ സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. കാരണം ആദ്യം മുതൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒടുവിൽ മാൽപ്പ ഇറങ്ങുകയാണ്. ഉദ്യോഗസ്ഥരെ കാത്തിരുന്നു, ഉദ്യോഗസ്ഥർ അവിടെ എത്തിയില്ല. ഉദ്യോഗസ്ഥർ അവരുടെ കൃത്യസമയം ഹാജർ ബുക്കിൽ ഒപ്പുവെക്കുന്നതാണ് അവിടുത്തെ ഒരു രീതി. രക്ഷാപ്രവർത്തനത്തിന്റെ രീതി നമ്മൾ തുടക്കം മുതൽ കാണുന്നതാണ്. ഹാജർ ടൈമിൽ വന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഹാജർ ടൈം അവസാനിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്ന ഒരു പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പിന്നീട് അതിനുശേഷമാണ് അതിന് അതിവേഗം ചലനമുണ്ടാവുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്.